ഹലോ ഗൈസ്, അച്ഛൻ ഇന്നലെ വൈകിട്ട് വല ഇട്ടായിരുന്നേ. അപ്പോൾ രാവിലെ ഞങ്ങൾ വല എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കൊച്ചും കൂടെ പോയിക്കൊണ്ടിരിക്കുക. കുഞ്ഞു ഇങ്ങോട്ട് നോക്കേ, ആണാ പക്കത്തൊക്കെ പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തും. അച്ഛാ, എന്താണ് രാവിലെ പരിപാടി? ഇന്നലെ വൈകിട്ട് വല ഇട്ടപ്പോ അമ്മയ്ക്കും നോക്കും വെള്ളം രാവിലത്തെ വിഷ്വൽ ബ്യൂട്ടിയിലാണ്. മഴയായിപ്പോയി. മഴയെ പിടിച്ച് എന്തായാലും വല എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. വല എടുത്തില്ലെങ്കിൽ അതിൽ കിടക്കണ മീന് എത്രയൊക്കെ മീനുണ്ട് അത് മൊത്തം ചെത്ത് അളിഞ്ഞു പോവും. അപ്പോൾ പിന്നെ ഈ ആനത്താരുണ്ട്, ആന ഇറങ്ങുന്ന വഴി തന്നെ ഇവിടെ വന്നിറങ്ങുന്നത്. പൊന്നടാവ് ഇത് എന്തോടാ ഇത് ചൂരുണ്ട് പറഞ്ഞ് ഇതിനെ വീണ്ടും വീണ്ടും കുരുക്കുവാണ്. ജീവനുണ്ട് പിന്നെ എല്ലാത്തിനും ജീവൻ. ഒട്ടുമിക്ക രാവിലെ വന്നോണ്ട് ഒട്ടുമിക്ക എണ്ണത്തിനും ജീവനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പണി കിട്ടിയായിരുന്നു. ഇതിനെ എങ്ങനെ ഞാൻ പുറത്തിറക്കി? ഈ വലയൊന്നും കീറാതെ ഇറക്കാനും പറ്റില്ല. ഇതുണ്ടോ, അകവും പുറമായിട്ട് ചുരുക്കിയേക്കുക. തല മാത്രമുണ്ട് പുറത്ത്, പക്ഷെ വലിച്ചാൽ വരത്തില്ല. മീൻ കിടന്ന് ചാടുന്നു. കുഞ്ഞെ കയ്യിൽ നിന്ന് ബക്കറ്റ് പോകല്ലോ കേട്ടോ. ഇല്ല, ഇത് കരിങ്ങടാ. താഴെ കിടക്കുന്ന മുള്ളിയുടെ കുഞ്ഞ്. ഇതാണ് മുള്ളിയുടെ കുഞ്ഞ്. വറുത്ത എന്നാ ടേസ്റ്റാന്നറിയാ. കരിങ്ങട തോറ്റു അതിന്റെ മുന്നിൽ. അങ്ങ് അറ്റം വരെ ഉണ്ട് മീൻ കിടക്കുന്നുണ്ട്. ഈ വെളുത്ത് കിടക്കുന്ന മൊത്തം മീൻ അതേ കിടക്കുന്നുണ്ട്. 1 മണിക്കൂർ എടുക്കും. ഇതാണോ മത്തിക്കുഞ്ഞാണ്. പക്ഷെ ഇതെല്ലാം രാത്രി തന്നെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഇത് പഴുത്തുപോയി. ഇതിന് നല്ല സ്മെല്ലുണ്ട്. ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലല്ല, ആറ്റുമത്തി എന്ന് പറയും. ആറ്റുമത്തി. അതിനിപ്പം പരുന്തോന്ന് എടുത്തിട്ട് പോകും. നമുക്കതില്ല, നമുക്കുള്ള നല്ലത്. രാത്രിയിലെങ്ങാണ്ട് കേറിയതാ. ഊരല് കുഞ്ഞ് അതാ ഞാൻ പറഞ്ഞു ഇച്ചിരി വലിയ മീനുണ്ടെന്ന്. ഉണ്ട് ഇതുപോലത്തെ കൂരല്. ഇതിന്റെ വലുതായിരുന്നു. ഇപ്പം വലയം പൊട്ടിച്ചുകൊണ്ട് സ്ഥലം വിട്ടേന്. ചിലർ പറയും മണ്ടനായ മീനെന്ന് ഇതിനെ. എന്ന് വെച്ചാൽ വല എവിടെ കണ്ടാലും ചുമ്മാ വായ ഇതിന്റെ വാ മാത്രം ഉടക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധിച്ചോ? വാ മാത്രം ഉടക്കി അവിടെ കിടക്കും. ഇങ്ങോട്ട് വന്ന് ഉടക്കി കിടക്കുന്ന ടൈപ്പാണ്. ഇവിടെ ഒരു കരിങ്ങട. ഓ ശരി മാഡം. രണ്ടുപേരുടെ നിപ്പ് കണ്ടു. മഴയായി പോയോണ്ടല്ലയോ? അല്ലെങ്കിൽ ഇവിടെ വിശാലമായിട്ട് നടക്കാറുണ്ട്. എനിക്കിവിടെ എടുക്കാറുണ്ട് മീന്. എന്തെടുക്കും വെച്ചാ രണ്ടെണ്ണം ജീവനുള്ളതൊരെണ്ണം. ഇതാണ് മുമ്പേ ഞാൻ എടുത്ത് കളഞ്ഞ ടൈപ്പ് മത്തിയുടെ ചെറുതാണ്, ആറ്റുമത്തി. ഇതാണ് സാധനം. കണ്ടോ, നോക്കട്ടെ. അതിന് ഡിസൈനൊക്കെ വ്യത്യാസമുണ്ട്. അയ്യോ, അപ്പൊ എനിക്കൊരു വാ വെച്ച് തരണം. ഒരു വായല്ലോ, നീ ഇത് മൊത്തം വറുത്ത് തിന്നു. ഇതെല്ലാം കുഞ്ഞിനുള്ളതാ. ഓക്കെ, ഇനി ഉണ്ടോ? ഉണ്ട്. ഇതിന്റെ തല ഇവിടെ വാല ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എടുക്കാനേ ഇത് പെട്ടെന്ന് ഉടക്കുന്ന ടൈപ്പ് വലയാണ്. കാരണം ഉടക്കി കഴിഞ്ഞാൽ ഭയങ്കര പാടാ. പോവാനല്ല, എടുക്കാനും പാടാ, മീൻ പോവാനും പാടാ. വലിയ കണ്ണ് മേടിക്കണം. ചെറിയ കണ്ണിയാ. നോക്കിയതേ ഇവിടൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഒരു വലിയ മീനുണ്ട്. കൂട്ടം ബക്കറ്റ് കാണിച്ചേ. തുറക്കേ. അപ്പൊ ഞങ്ങൾ ഇത്രയും പറക്കിയതാ. ഇനി പറക്കാറുണ്ട്. ഓക്കെ, നടക്കട്ടെ. ഇവിടെ ഇതൊക്കെ കിടക്കുന്നത്. ഇതുണ്ട്, ഇത് ഞണ്ട് തിന്നാ. ഉണ്ടോ? ഞണ്ട് പകുതിക്ക് വെച്ച് തിന്നിട്ട് പോയത്. ഞണ്ട് വലക്കകത്ത് എവിടെയെങ്കിലും കാണും ചിലപ്പം. ഇത് കുറെ മീനുണ്ട് ഇവിടെ. ഇതുണ്ടോ, കീറി വല കീറി. ഉണ്ടോ, ഞണ്ട് വന്നിട്ട് ഇതിനെ പിടിച്ച് കൈ തൊടണ്ട, അടപ്പ എടുത്തോളാം. ഇത് ഫുൾ ഇനി എടുത്ത് കളയണം. വല്ലവനും തിന്നന്റെ വേസ്റ്റ് ഞാൻ തിന്നൂല, എനിക്കിഷ്ടമല്ല. എന്റെ വായും ഇതും പഴുത്ത് തുടങ്ങിയത്. കണ്ടാ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നമ്മള് പുറത്ത് മീൻ മേടിക്കാൻ ചെല്ലുമ്പോഴും ഇങ്ങനെ തന്നെയാ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഈ മീൻ പഴുത്ത് തുടങ്ങിയതാ.
ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ കൊള്ളൂല, ടേസ്റ്റ് കുറവായിരിക്കും. പോട്ടെ, ടാറ്റാ. ചേട്ടാ നിങ്ങൾ എന്തിനെല്ലാം മീൻ അങ്ങോട്ട് എറിയുന്നേ? മേളിലോട്ട് എറിഞ്ഞ ഒഴുകി ഇവിടെ തന്നെ വരും, താഴോട്ട് എറിഞ്ഞ ഒഴുകി താഴോട്ട് അങ്ങ് പോകും. ശരിയാ ജന്മനാ ശരിയാ, ഇവിടെ വല ഇട്ടേക്കുന്നുണ്ട്, ഒഴുകി ഇങ്ങോട്ടല്ലേ വരുന്നത്. വലയിൽ തന്നെയല്ലേ വന്ന് കയറുക. നാട്ടുകാരെ അറിയിക്കല്ലേ, ഈ അത് അത്രയും ഭാഗം കട്ട് ചെയ്ത് എടുക്കാവേ. ഞാൻ ആരെയും അറിയിക്കരുത്. കുഞ്ഞേ ഒരു പാട്ട് പാടിക്കേ. പപ്പ എങ്ങനെ കിടന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുന്നതിന്. അങ്ങനെ ചോരക്കൺമുയൽ നീലത്തുരുത്തില് നീർപ്പഴപ്പിൽ നിറഞ്ഞിടും അമ്പിളിക്കരയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങു പതുങ്ങിയല്ലോ. താഴെ കൊളുത്തുള്ള രാജലോകം വെറ്റില ചെല്ലവുമായി ഭൂമിയെ പടമുടും അത്രയും വെറ്റിലയച്ചു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ ചൂടിൽ ഉറങ്ങിക്കോട്ടെ പൊന്നെ തളരാതെ ഓമൽ ചിരിയോട് കൊഞ്ചി കളിയാടി ഉറങ്ങ. വളരെ വളരെ പെട്ടെന്ന് തിരുത്തിയത്. അടിപൊളി. ഉറങ്ങി വളരട്ടെ. സൂപ്പർ കുഞ്ഞുമണി, സൂപ്പർ, അടിപൊളി. അങ്ങനെ ആറ്റില് ഞങ്ങള് ഉറങ്ങത്തില്ല. കുഞ്ഞിന്റെ പാട്ട് കേട്ട് ആരും ഉറങ്ങൂല, എനർജി വരത്തേ ഉള്ളൂ. ആമി മോള് സൂപ്പറാ. നിന്നെ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് അറിയോ? 1900 നമുക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നറിയോ? അറിയാല്ല. അപ്പൊ അത്രയും പേർക്ക് കുഞ്ഞിനെ ഇഷ്ടമാ. നെക്സ്റ്റ് പേഷ്യന്റ് കൂടെ കിടന്നൊരുത്തം പടയുന്നു. പോയോ? സ്തോത്രം. കിട്ടിയോ? കാണിച്ചേ. അവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നല്ല. പിന്നെ എനിക്ക് വേണേ. തരൂല, ഇതെനിക്ക്. നിനക്ക് ഞാൻ കൂരലിനെ തരാം. കൂരൽ. നീ കൂരലിനെ വറക്കുമ്പോഴേ ഇതാണ് വലുത്. എന്നാ അതെന്റെ വായി വെച്ചാണ്. പപ്പ അറിയാതെ നിനക്ക് ഞാൻ ഇച്ചിരി തരാം. ഓക്കെ, വായി വെച്ചാ മതി ഫുള്ളായിട്ട്. ആദ്യം പറക്കി തീർന്നോട്ട്, എന്നിട്ടല്ലേ നീ വെട്ടിക്കോളൂ. അയ്യോ വേണ്ടേ, മൊത്തം ഇരുന്ന് ചെന്നിട്ട് ഞാൻ വെട്ടണം. എന്റെ പൊന്നോ, നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. കാണിച്ചേ കുഞ്ഞുമണി. യെസ്, ഇങ്ങനെ ഞണ്ടല്ല, ചെലന്തിയുടെ കാലം. ഈ മീനുകൾക്കെല്ലാം ഈ വലക്കകത്ത് കയറിയിട്ട് വല്ല കീറേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലാതെ നൈസായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് അവിടെ കിടന്നാ പോലെ. പിന്നെ മീൻ അറിയുന്നോ അത് എനിക്ക് വെച്ചേക്കുന്ന വലയാണെന്ന്? അങ്ങനെ കയറി അവിടെ ഒക്കെ നോക്കി നിന്നാ മതി അല്ലേ? കഴുത്തിന് കയറിട്ട് കുരുക്കുന്ന പോലെ കഴുത്തിൽ മാത്രം. ഇതിന്റെ തല എവിടാ, വാല ഏത് സൈഡിലാന്ന് പോലും മനസ്സിലാവുന്നില്ല. അത് ഈ മീന് മാത്രമേ ഉള്ളെന്ന് തോന്നി. കല്ലങ്ങാലിക്ക് അല്ലേ? തേയിലത്തോട്ടത്തിലെ ആളെ പോലുണ്ട്. അയ്യോ, ആ മുഖം ഒന്ന് കാണിച്ചേടി. അയ്യോ, എന്റെ മുഖത്ത് പാടുക മഴത്തുള്ളി കിടക്കുന്ന ഡിസൈൻ പോലെ. പക്ഷെ എനിക്ക് കാണാൻ പറ്റത്തില്ല. എന്തോടെ നോക്കുന്നു? ഇങ്ങോട്ട് നോക്കിക്കേ. ജീവനുണ്ടോ ഒന്നത്തിനല്ലേ? ഞാനെ പിടിക്കാൻ നോക്കുവാണോ? ഫൈനലി ഗോട്ട് ഇറ്റ്. വെള്ളത്തിൽ കിടന്നപ്പോ അത് ഇങ്ങനെ ഞൊളക്കുവാ. ശ്വാസം മുട്ടിക്കുന്നു. ഇറക്കി വെള്ളത്തിൽ ഞാനാണ് എന്റെ അകത്തിരുന്നേ.
ആണോ? ജീവനുണ്ട്, നിന്റെ കയ്യിൽ നിന്ന് പോവാ. കയ്യിന്ന് തന്നെയല്ലേ കൊരങ്ങലക്കുന്നു. എവിടെയാ എവിടെയാ? ഇറങ്ങില്ല. നമ്മളിവിടെ നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ടൊക്കെ വരത്തില്ല. മുറുക്ക പിടിച്ചാണേ. ഭയങ്കര സന്തോഷമായി ഇങ്ങനൊരു സാധനം. ഇവിടെ ഒരു മീൻ ജീവനും കൊണ്ട് ഡാൻസ് കളിക്കുന്നു. ഹലോ. അങ്ങനെ ഞങ്ങൾ മീൻ പിടിച്ച് തീർത്തു. ചുറ്റല് പരിപാടിയാണ്. എല്ലാം പെട്ടെന്ന് വേസ്റ്റ് ഒന്നും എന്തായാലും പറക്കുന്നില്ല, ഇലയൊന്നും ഇപ്പൊ പറക്കുന്നില്ല. ഇലയൊക്കെ ഇതുണ്ടോ നോക്കി, ഇല കിടക്കുന്ന നോക്കിയേ. ഇതൊക്കെ ഞാൻ ഇലയൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറക്കാം. അത് മതി. കാരണം ഇവിടെ എല്ലാത്തിനും തണുക്കുന്നത്, എനിക്ക് മാത്രം തണുക്കുന്നില്ല. നിങ്ങൾ ആറ്റിൽ മുങ്ങിക്കിടന്ന് ജീവിച്ച് വളർന്ന മനുഷ്യരല്ലേ? ഞാനും അയ്യോ കൊള്ളാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നോ? അടിപൊളി.